B2B, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വേണം ആ ഫണ്ട് പോവാൻ. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ബിസിനസ്സുകാരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? അപ്പം നിങ്ങൾ ഫേമായി മാറേണ്ട സമയം കഴിഞ്ഞു പോയി. പലരും അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ ഓൺ സ്റ്റാഫാണ് നമ്മുടെ GST ടീം. അവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേമായി മാറോ. കേരള വിഷൻ, ഏഷ്യാനെറ്റ് കേബിൾ നെറ്റ്വർക്ക് തുടങ്ങിയ കേബിൾ ശൃംഖലകൾ അടക്കമുള്ളവരുടെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ കളക്ഷനുകൾ അല്ലെങ്കിൽ ഇത്രയേറെ സംരംഭകർ എന്നുള്ള നിലയിൽ വൈവിധ്യമാർന്ന വിജയം നേടിയത് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. താങ്കളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് വീട്ടിൽ വന്നോ ഓഫീസിൽ നിന്നോ പ്രതാപനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപയാണ് കിട്ടാക്കടമായിട്ട് KSEB ഉണ്ടായിരുന്നത്. നമസ്കാരം, RJ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ നവമാധ്യമങ്ങളാകട്ടെ, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് സംസ്ഥാന GST ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് വിഭാഗം പിടികൂടി. അതിനെ തുടർന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നികുതി വെട്ടിപ്പുകൾ നമ്മൾ പലപ്പോഴും വാർത്തയിൽ ശ്രദ്ധിക്കാറുണ്ട്. നികുതി വെട്ടിപ്പുകൾ അല്ലെങ്കിൽ നികുതി അടയ്ക്കാതിരിക്കുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് കുറ്റകൃത്യമാണ്. എന്തുകൊണ്ടാണ് ഈ നികുതി വെട്ടിപ്പുകൾ ഇത്രത്തോളം? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് കള്ളിയത്ത് TMT കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ, ഒരു യുവാവ് സംരംഭകനാണ്. അദ്ദേഹത്തിന് 14 ദിവസം റിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ കേരള വിഷൻ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് കേബിൾ നെറ്റ്വർക്ക് തുടങ്ങിയ കേബിൾ ശൃംഖലകൾ അടക്കമുള്ളവരുടെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെതിരെ ഒന്നും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. ഇത്തരം അതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ളവരൊന്നും ഇതേപോലെ ജയിൽവാസം അനുഷ്ഠിച്ചു എന്നൊന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ ഉപഗ്രഹ ചാനൽ മേധാവികൾ അടക്കമുള്ളവർ ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നികുതി സ്വീകരിക്കുകയും നികുതി അടക്കമുള്ള ഫണ്ട് സ്വീകരിക്കുകയും പിന്നീട് നികുതി ഫയൽ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന GST റിട്ടേൺ ഫയൽ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിയമ നടപടികൾ ഇതേപോലെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ സംസ്ഥാനത്തെ സംരംഭകർ നേരിടുന്ന ചില വിഷയങ്ങളിലേക്കാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്ന വളരെ വേഗത്തിൽ വളരെ ഉന്നത നിലയിലേക്ക് പടർന്ന് പന്തലിച്ച് പോയ ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തന്നെ ചർച്ച ചെയ്തത്. ഹൈറിച്ചിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 99 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒട്ടനവധി വിഭാഗങ്ങളിലായിട്ട് പണം മുടക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. സൂപ്പർ മാർക്കറ്റുകൾ, OTT ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ വിവിധ പ്രോഡക്റ്റുകൾ, ആഹാര പദാർത്ഥങ്ങൾ അടക്കമുള്ള പ്രോഡക്റ്റുകൾ, ഒപ്പം സിനിമാ നിർമ്മാണത്തിലടക്കം ഹൈറിച്ച് മുന്നോട്ട് വരികയാണ്. അവിടെയാണ് ഇന്ന് ഹൈറിച്ചിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വലിയ വിഷയം പുറത്തേക്ക് വരുന്നത്. എല്ലാ മാധ്യമങ്ങളും ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി തകർന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത നൽകുന്നത്. ഒരുപക്ഷെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അഭിമുഖീകരിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ സംരംഭകരെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ സംരംഭകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ എല്ലാ മാധ്യമങ്ങളും ഒരു വലിയ സംരംഭത്തെ, ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശ്രീനിയും ശ്രീനിയുടെ ഭർത്താവ് പ്രതാപനും രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഒരു സംരംഭമാണ്. ഹൈറിച്ചിൻ്റെ വളരെ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതാവഹമായിട്ടുള്ളൊരു വളർച്ച, ഹൈറിച്ചിൻ്റെ മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നൂതന രീതിയിലുള്ള ഒരു സംവിധാനത്തിനെ ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിക്കുമ്പം അവിടെ എങ്ങനെയാണ് ഹൈറിച്ച് വൈവിധ്യമാർന്ന വിജയം നേടിയത് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ GST അടയ്ക്കാതിരുന്നാൽ ആരായാലും നിയമ നടപടി നേരിടണമെന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം. പക്ഷേ ഇവിടെ ഹൈറിച്ച് സമാഹരിക്കുന്ന ഫണ്ട് ഏകദേശം കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം, ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 703 കോടി രൂപയോളമാണ് ഹൈറിച്ച് പൊതുവിപണിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. നിക്ഷേപമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൂടെയൊക്കെ ആയിരിക്കും. ഹൈറിച്ചിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഉപഭോക്താക്കൾ, ഹൈറിച്ചിൻ്റെ ഉപഭോക്താക്കൾ എന്ന് തന്നെയാണ് ഹൈറിച്ച് അവരെ സംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഹൈറിച്ച് ഉപഭോക്താക്കളെ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുള്ള ഒരു ഹൈറിച്ചിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു കത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഹൈറിച്ചിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ്. ഉപഭോക്താക്കൾക്ക് വീണ്ടും റവന്യൂ ജനറേഷൻ ചെയ്യാൻ പറ്റുന്ന
ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഹൈറിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 703 കോടി രൂപയോളം കളക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ 18% എന്ന് തോന്നുന്നു ഹൈറിച്ചിന് നികുതി അടയ്ക്കേണ്ടി വരിക, GST അടയ്ക്കേണ്ടി വരിക. ആ രീതിയിൽ അടയ്ക്കേണ്ടി വരുന്ന തുകയും അതിൻ്റെ പിഴപ്പലിശയും എല്ലാം കൂടി ചേർത്ത് 126 കോടി രൂപയാണ് ഹൈറിച്ച് ഇപ്പോൾ അടയ്ക്കണമെന്ന് നികുതി വകുപ്പ്, വാണിജ്യ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്, GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈറിച്ചിന് നോട്ടീസ് നൽകിയത്. ഹൈറിച്ച് ഈ ഒരു വിഷയം ഓഡിറ്റ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുകയും തങ്ങൾക്ക് വന്നിട്ടുള്ള പിശക് എവിടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കേബിൾ ശൃംഖലകൾ, നമ്മളിൽ നിന്ന് ഈടാക്കുന്ന പണം, ഇപ്പോൾ ഒരു കേബിൾ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ള കേബിൾ ഓപ്പറേറ്റർ, നമ്മുടെ പ്രാദേശിക മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന 200-250 രൂപയ്ക്കാണ് നമുക്കൊരു ബൊക്കെ ഒരു ചാനൽ സംവിധാനം നൽകുന്നത്. അവർ നമ്മളുടെ 250 രൂപ മേടിക്കുമ്പോൾ അവിടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിട്ടുള്ള 18% ടാക്സ് അടക്കമാണ് നമ്മളിൽ നിന്ന് വസൂലാക്കുന്നത്. രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനി ആയിട്ടുള്ള COA ആകാം, അല്ലെങ്കിൽ കേരള വിഷൻ്റെ മാതൃസംഘടനയാകാം, അതല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മാതൃസംഘടനയാകാം, അല്ലെങ്കിൽ ഡെന്നിൻ്റെ മാതൃസംഘടനയാകാം, അല്ലെങ്കിൽ സിറ്റിയുടെ മാതൃസംഘടന. ഇവരുടെയൊക്കെ റെസിപ്റ്റിലാണ് ഏറ്റവും താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കേബിൾ ഓപ്പറേറ്റർ നമ്മളിൽ നിന്ന് GST കളക്ട് ചെയ്തിട്ട് വരിസംഖ്യ ഈടാക്കുന്നത്. അപ്പം 2 സംരംഭകരാണ് അവിടെ ഉണ്ടാകുന്നത്. ഒന്ന് ഡെൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ കേരള വിഷൻ എന്നുള്ള ഒരു മാതൃസംഘടനയും, മറ്റൊന്ന് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള കേബിൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സംരംഭകരുമാണ്. അപ്പോൾ ഈ സംരംഭകൻ GST ഓണർ ആയിരിക്കണം, GST അക്കൗണ്ട് ഓണർ ആയിരിക്കണം. അപ്പം ഈ സംരംഭകനാണോ GST അടയ്ക്കേണ്ടത്? കേബിൾ മാതൃസംഘടനയായിട്ടുള്ള ഡെൻ, ഏഷ്യാനെറ്റ്, കേരള വിഷൻ, സിറ്റി പോലെയുള്ള CEO പോലെയുള്ള സംഘടനകളാണോ ഈ പറയുന്ന 270 രൂപയുടെ അല്ലെങ്കിൽ 250 രൂപയുടെ മുഴുവൻ GST അടയ്ക്കേണ്ടതെന്നുള്ളൊരു തർക്കം അവിടെ നിൽക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഡെന്നിന് അല്ലെങ്കിൽ കേരള വിഷന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് നമ്മളിൽ നിന്ന് 270 രൂപ ഈടാക്കുന്ന ഈ കേബിൾ ഓപ്പറേറ്റർ നൽകുന്നത് വെറും 30 രൂപയുടെ ഒരു ഫീസായിരിക്കും. ഒരു കണക്ടിവിറ്റിക്ക് 30 രൂപ മാത്രമാണ് തിരിച്ച് നൽകേണ്ടത്. അത് ഈ പറയുന്നത് പോലെ പേ ചാനലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഏറെയും കുറഞ്ഞു വരികയും. അപ്പോൾ 270 രൂപയുടെ സിംഹഭാഗവും കൈവശം വയ്ക്കുന്ന കേബിൾ ഓപ്പറേറ്ററാണ് ഒരു പക്ഷേ ആ ഒരു തുകയുടെ GST അടയ്ക്കേണ്ടത്. 30 രൂപയുടെ GST എത്രയാണോ അത് ഈ കേബിൾ മദർ ഹെഡിൻ്റെ അടയ്ക്കേണ്ടി വരും. ഈ ഒരു തർക്കം പലപ്പോഴും ഈ പറയുന്ന GST അടയ്ക്കാതിരിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം മദർ ഹെഡൻറ്റുകളായിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ CEO പോലുള്ള സംഘടനകൾ വാദിക്കുന്നത് ഞങ്ങൾക്ക് 30 രൂപയെ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾ എന്തിന് ഈ പറയുന്ന 270 രൂപയുടെ GST അടയ്ക്കണം, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിനേക്കാളും ഇരട്ടി തുകയാണ് GST ആയിട്ട് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ പറയുന്ന സംഭവ വികാസങ്ങൾ ഉടലെടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈറിച്ച് നൽകിയിട്ടുള്ള ഇപ്പോഴത്തെ അവരുടെ ഒരു സത്യപ്രസ്താവനയുണ്ട്, ഞാനത് നിങ്ങൾക്ക് വായിക്കാം. GST എൻക്വയറിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട ഹൈറിച്ച് ഉപഭോക്താക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് ചില മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ചില വാർത്തകൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന വ്യാജ വാർത്തയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലരും ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. GST ഫയലിംഗ് വിഭാഗത്തിൽ വന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായി പെരുപ്പിച്ച് കാണിക്കപ്പെട്ട കണക്കുകളുടെ ഫലമായാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. GST നോട്ടിഫിക്കേഷൻ ലഭിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ 27/11/2023 ARN AD 3211-23-00877-4H എന്നുള്ള ഒരു GST നമ്പറുണ്ട്. ARN AD 3211-23-00817M എന്നുള്ള 2 GST നമ്പർ. അതിൽ തന്നെ 51.5 കോടി രൂപ കമ്പനി GST വകുപ്പിലേക്ക് അടച്ചിരുന്നു. GST റീ ഓഡിറ്റിംഗ് നടത്തി ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനും വകുപ്പിന് കത്ത് നൽകിയിരുന്നു. 2023 ഡിസംബർ 15 ഹാജരായി കൃത്യമായ വിശദീകരണം നൽകണം എന്ന GST നോട്ടീസ് നിലനിൽക്കെ തന്നെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളാണെന്ന് കമ്പനി സംശയിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ തുക അടച്ച രേഖകളും ഡിസംബർ 15 ഹാജരാകണമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഔദ്യോഗിക രേഖകളും ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നിയമ നടപടികൾ നേരിടുകയാണ്, അതിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യക്തമായ നിയമോപദേശം തേടി റീ ഓഡിറ്റിംഗ് നടത്തി ഔദ്യോഗിക രേഖകൾ ഉടൻ സമർപ്പിച്ച് ഹൈറിച്ചിൻ്റെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളുടെയും പൊതുജനങ്ങളുടെയും സംശയ നിവാരണം നടത്തുന്നതായിരിക്കും എന്ന് മാർക്കറ്റിംഗ് മാനേജർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈറിച്ചിലേക്ക് ഒരു തുക എത്തുമ്പോൾ
അതിൻ്റെ ഒരു വിഹിതം ഏകദേശം 40% തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉപഭോക്താക്കളിലേക്ക് തന്നെ തിരികെ നൽകുന്ന ഒരു സംവിധാനമാണ് ഈ മൾട്ടി പോയിൻ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉപഭോക്താക്കളായിട്ട് അവരോടൊപ്പം ചേർന്നിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങൾ സംതൃപ്തരാണ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അവർക്ക് വളരെ വലിയൊരു തുക എല്ലാ മാസവും അവരിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് 3 വർഷത്തിനുള്ളിൽ തന്നെ മാന്യമായിട്ടുള്ള ഒരു നിക്ഷേപത്തിന് അനുസരിച്ചുള്ളൊരു വിഹിതം അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈറിച്ച് ഇത് ഏറ്റവും വലിയ നികുതി തട്ടിപ്പ് കേരളത്തിൽ നടത്തി എന്നുള്ള വാർത്തയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈറിച്ചിനെ സംബന്ധിച്ചിട്ട് കൊടുത്തിട്ടുള്ള വിഹിതം, ആ വിഹിതത്തിൻ്റെ നികുതി ആരടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി അടയ്ക്കേണ്ടിയിരുന്ന നികുതിയെക്കുറിച്ച് കമ്പനി ഇവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞ 22, 23, 24 ഈ കാലയളവിൽ കമ്പനി ഒക്ടോബർ വരെ വളരെ ജെന്യുവനായിട്ട് 100% GST അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രേഖകളും മലനാട് ടിവിയിലേക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കമ്പനി പെയ്ഡ് ചെയ്തിട്ടുള്ള രേഖകളുടെ കണക്കും അതുപോലെ തന്നെ ഹൈറിച്ചിൻ്റെ പ്രൊഫൈൽ അണ്ടർ GST എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നിരിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം GSTയിൽ റെഗുലറായിട്ട് ടാക്സ് പേ ചെയ്യാണ്. ഏകദേശം 100 CR മുതൽ 500 CR വരെയാണ് സ്ലാബ് ഹൈറിച്ച് എടുത്തിരിക്കുന്നത്. അത് 2022, 23 കാലഘട്ടങ്ങളിലാണ്. അപ്പം റെഗുലർ ടാക്സ് പേയർ എന്നുള്ള ടൈപ്പിലേക്ക് വന്നിട്ടുള്ള സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിലുള്ള ഈ ഒരു കമ്പനി എങ്ങനെയാണ് ഇന്ന് ഈ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് മാർക്കറ്റിംഗ് മേഖലയിൽ നടക്കുന്ന MLM കമ്പനികൾ, അത്തരം കമ്പനികൾ തമ്മിലൊരു ശീത യുദ്ധം നടക്കുന്നുണ്ട്. കാരണം കേരളത്തിലാകെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ 3.5 കോടി ജനങ്ങളാണ് തങ്ങളുടെ ഉപഭോക്താക്കളായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ 1 കോടിയിലധികം ജനങ്ങൾ ഗ്ലോബലായിട്ട് ഹൈറിച്ചിൻ്റെ അണ്ടറിലുണ്ടെന്ന് ഹൈറിച്ചിന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇപ്പം ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് MLM കമ്പനികൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഓരോ വ്യക്തികളും ഏതെങ്കിലും കമ്പനികളുടെ അണികളായിരിക്കും, അല്ലെങ്കിൽ ഉപഭോക്താക്കളായിരിക്കും. ഈ ഉപഭോക്താവിനെ അടുത്ത കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ അവരെ വലയിട്ട് വീശി പിടിക്കുവാനായിട്ട് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഒരുപാടുണ്ടാകും. അപ്പം മോഹന വാഗ്ദാനങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഹൈറിച്ച് നൽകുന്ന പോലൊരു വാഗ്ദാനം മറ്റുള്ളവർ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്രയേറെ ആൾക്കാർ ഹൈറിച്ചിലേക്ക് ചേക്കേറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇത് സുഗമമായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈറിച്ച് ഫേസ് ചെയ്തിട്ടുള്ള നിയമ നടപടികൾ ഒട്ടേറെയാണ്. അപ്പോൾ അതിനെല്ലാം അധികരിച്ചുകൊണ്ടാണ് ഈ കമ്പനി വളർന്നുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഈ കമ്പനികൾ തമ്മിലുള്ള ശീത സമരം പലപ്പോഴും ഗവൺമെൻറ്റിനെയും ഔദ്യോഗിക വൃത്തത്തിലിരിക്കുന്നതിനെ സ്വാധീനിച്ചുകൊണ്ട് ചില കടുത്ത നിയമ നടപടികൾ നേരിടുന്നതിന് ചില കമ്പനികൾക്ക് ബാധ്യത വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നേരിടുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹൈറിച്ച് നിയമ നടപടി നേരിടുന്നു, ഹൈറിച്ച് അവരെ ക്ഷണിക്കുന്നു, അങ്ങനെ GST ഓഫീസിലേക്ക് എത്തി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നു. അപ്പോൾ ഏകദേശം 126 കോടി രൂപയുടെ GST അടയ്ക്കണം എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപ ആദ്യം അടയ്ക്കുന്നു, 50.5 ലക്ഷം രൂപ ആദ്യം അടയ്ക്കുന്നു. അതിനുശേഷം 50 കോടി രൂപ ഹൈറിച്ച് ഈ കമ്പനി GSTയിലേക്ക് അടയ്ക്കുന്നു എമർജൻസി ആയിട്ട്. 100 കോടി രൂപ 110 കോടി രൂപയുടെ ഒരു സാവകാശം 15 മാസത്തേക്ക് വാങ്ങി എന്നാണ് ഹൈറിച്ച് അവകാശപ്പെടുന്നത്. അപ്പോൾ അവർക്കൊരു സാവകാശം GST വകുപ്പിൽ നിന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് വിളിക്കുന്നു, നിങ്ങളുടെ ഈ ഒരു വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ആ രീതിയിൽ സംസാരിക്കുവാനായിട്ട് എത്തുന്ന സമയത്താണ് അറസ്റ്റ് രേഖപ്പെടുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നതായിട്ട് മലനാട് ടിവിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും ഏതൊരു വ്യക്തിയെയും സമൂഹത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് വിജിലൻസിനാണെങ്കിലും ഇൻ്റലിജൻസിനാണെങ്കിലും കേരള പോലീസിനാണെങ്കിലും CBIക്കായാലും അവകാശമുണ്ട്. അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷണിച്ചു വരുത്തി പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെയാണ് ഏതൊരു സിവിലിയനും ഏതൊരു സിറ്റിസണും താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് സ്വമേധയാ അറസ്റ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നതിന് സാധിക്കും. അതിൻ്റെ കബളിപ്പിക്കലിൻ്റെ ആവശ്യമില്ല. അവരെ വിളിച്ചു വരുത്തിയിട്ട് GST വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു 15 മാസത്തെ ധാരണയിൽ ഒരു ഒപ്പിടാൻ വേണ്ടിയാണെന്ന് വിജിലൻസ് ഓഫീസർക്ക് പറയേണ്ട കാര്യമില്ല. വ്യക്തമായിട്ട് പറയാം, താങ്കൾ ഇപ്പോൾ കടുത്ത നിയമ നടപടികൾ നേരിടുകയാണ്, താങ്കൾ ചെയ്തിരിക്കുന്നത് കുറ്റകൃത്യമാണ്, താങ്കളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് വീട്ടിൽ വന്നോ ഓഫീസിൽ നിന്നോ പ്രതാപനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. പകരം ക്ഷണിച്ചു വരുത്തി നയതന്ത്രപരമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യങ്ങൾ, അവരെ ഒന്ന് അറിയിക്കേണ്ട വിഷയങ്ങൾ, ഇതൊന്നും അറിയിക്കാതെ ഇത് പലപ്പോഴും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്.
വിളിച്ചു വരുത്തിയിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറയാം. അതിൻ്റെ ആവശ്യം വരേണ്ടത് അത്രത്തോളം വലിയ കുറ്റവാളികൾക്കാണ്, പിടികിട്ടാ പുള്ളികളായിട്ടുള്ള ആളുകളെ. നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന് വഴുതി പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, ടെററിസം നടത്തുന്നവരുണ്ടെങ്കിൽ പോയിന്റ് ബ്ലാങ്കിൽ തന്നെ വെടിവെച്ച് കൊന്നേക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രതാപനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ പണ്ട് അദ്ദേഹം നിന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളൊരു തെറ്റിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വരെ മറ്റൊരു വാണിജ്യപരമായിട്ടോ അല്ലെങ്കിൽ ധനകാര്യപരമായിട്ടോ ധനസംബന്ധപരമായിട്ടോ ഉള്ളൊരു ഫ്രോഡിൽ പ്രതാപൻ ഇടപെട്ടതായിട്ട് ഒരിടത്തും ഒരു FIR ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംപ്രേഷണം ചെയ്ത കാര്യത്തിൽ ഇടപെട്ടതാണ്. അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പ്രതാപനെ വിളിച്ചു വരുത്തണമെങ്കിൽ പ്രതാപൻ വരും, പ്രതാപൻ വന്ന അറസ്റ്റ് സ്വീകരിക്കാൻ പ്രതാപൻ തയ്യാറാകും. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ വിളിച്ചു വരുത്തുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ വേണ്ടിയാണെന്നുള്ള വ്യാജേന വിളിച്ചു വരുത്തിയതിനകത്ത് മാത്രമാണ് മലനാട് JV ഈ വാർത്തയിലൂടെ ഇടപെടുന്നത്. മറ്റൊന്ന്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വാണിജ്യ നികുതി വകുപ്പ് അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ തലപ്പത്തുള്ളവർ GST സ്വീകരിക്കുന്നു. 55 ലക്ഷം രൂപ GST ആയിട്ട് 50.5 ലക്ഷം കോടി രൂപ GST ആയിട്ട് സ്വീകരിക്കുന്നു. ബാക്കിയുള്ള തുക ഉടൻ അടയ്ക്കാമെന്ന് കമ്പനി പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ നമ്മുടെ ബാങ്കുകൾ വായ്പ എടുത്തവനെതിരെ സർഫാസി എന്ന് പറയുന്ന ഇരുതല വാൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇരുവശവും മൂർച്ചയുള്ള വാൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകാർ ഈ പറയുന്ന സഹകാരികളോട് നടത്തുന്ന ഇടപെടൽ പോലെ അതിനേക്കാൾ തീവ്രമായിട്ടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഒരു സംരംഭകന് നേരെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എങ്ങും പോകാതെ തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ GSTയുടെ ആ പിഴപ്പലിശ അടക്കം അടയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒരു വിഹിതം അടച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള സമയം ആവശ്യപ്പെട്ടു 15 മാസത്തിനുള്ളിൽ ബാക്കിയുള്ള തുക അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 100% റെഗുലർ പേയി എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റെസിപ്റ്റിലുണ്ട്. 100% പേ ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് അവർക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം ഒരു സർക്കുലർ ഇറക്കുകയും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പണത്തിൻ്റെ TDS അല്ലെങ്കിൽ GST നിങ്ങൾ തന്നെ കെട്ടണം, അത് നിങ്ങൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിലേക്ക് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഒരു GST സ്വയം സംരംഭകനാകുകയാണ് ഇവിടെ ഉപഭോക്താക്കളെല്ലാം. ഓരോ ഉപഭോക്താവും ഈ കമ്പനിയുടെ സ്വയം സംരംഭകനാകണം എന്ന ഒരു നിർദ്ദേശം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. ആ നിർദ്ദേശപ്രകാരം അവർക്കൊരു GST നമ്പർ ഹോൾഡ് ചെയ്യണം. അങ്ങനെ അവരുടെ നേടുന്ന സംരംഭത്തിലൂടെ, ഇതൊരു സംരംഭമാണ്, ആ സംരംഭത്തിലൂടെ അവരുടെ റവന്യൂ, അതിനകത്തൊരു വരുമാനം നേടുന്നുണ്ട്. ആ വരുമാനത്തിൻ്റെ ഇത്ര % GST നിങ്ങൾ അടയ്ക്കണമെന്ന് കമ്പനി സർക്കുലറിലൂടെ പറയുന്നുണ്ട്. അപ്പം എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് കമ്പനി തന്നെ തിരിച്ച് അറിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന നികുതി വെട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് കമ്പനിക്ക് മോചിതമാകാൻ പറ്റും. എന്തായാലും ഉടൻ തന്നെ അത്തരം ഒരു രീതിയിലൂടെ കടന്നു പോവുകയാണ്. ഹൈറിച്ചിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങളൊന്നും പിന്നീട് ആർക്കും പറയാൻ ഇല്ല. എന്തായാലും ഹൈറിച്ച് ഇപ്പോൾ നേരിടുന്ന ഈ വിഷയത്തിൽ എല്ലാ കമ്പനികളും നേരിടുന്നത് പോലെ നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരംഭകനെ മുച്ചൂടി നശിപ്പിക്കുന്നതിന് പകരം നികുതിയുടെ കാര്യത്തിൽ ഹൈറിച്ചിന് തെറ്റിദ്ധാരണപരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ഹൈറിച്ച് തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്. അങ്ങനെ നികുതി തിരിച്ച് മേടിക്കണം. കോടാനുകോടി നികുതികൾ കേരളത്തിൽ വെട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാണ്. കേരളത്തിലെ KSIBയിൽ വൈദ്യുതി വകുപ്പ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളവരുടെ കണക്കുകൾ ഞങ്ങൾ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ വഴി എടുത്തപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് കിട്ടാതിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാനുണ്ടായിരുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രസ്സുകളിൽ നിന്നാണ്. കോടിക്കണക്കിന് രൂപയാണ് കിട്ടാക്കടമായിട്ട് KSIBയിലുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഈ കേരളത്തിനെ സംബന്ധിച്ചിട്ട് GST തട്ടിപ്പ് നടത്തുന്ന ആരൊക്കെയാണെന്ന് നേരത്തെ ആക്രി വകുപ്പ് കച്ചവടം നടത്തുന്ന ആളെ കോടിക്കണക്കിന് രൂപയുടെ GST തട്ടിപ്പ് കണ്ടെത്തിയിട്ട് ശിക്ഷിക്കുക, ഇതേപോലെ നിയമ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്ക് കച്ചവടക്കാരൻ, അതുപോലെ തന്നെ പ്ലൈവുഡ് കച്ചവടക്കാരൻ, അങ്ങനെ വിവിധ മേഖലയിൽ GST തട്ടിപ്പ് നടത്തുന്ന ഈ ഒരു കേരളത്തിൽ എന്തിന് ജനം അല്ലെങ്കിൽ സംരംഭകൻ ഗവൺമെൻറ്റിനെ നികുതി തട്ടിപ്പ് നടത്തണം? എല്ലാവരും നികുതി അടയ്ക്കുവാൻ തയ്യാറാകുന്നൊരു കാലഘട്ടം ഉണ്ടാകും. എങ്ങനെയാണ് ഉണ്ടാകുക? കേരളത്തിൽ ഒരു സംരംഭം നടത്തിയാൽ, ആ സംരംഭം തുടങ്ങിയാൽ, ആ സംരംഭകന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതെങ്കിൽ എന്തിനാണ് ഈ നികുതി കള്ളത്തരം കാണിക്കേണ്ട കാര്യം? എന്താണ്? നികുതി അടയ്ക്കും നമ്മൾ. അതുപോലെ തന്നെ ഓരോ പൊതുജനവും നികുതി അടയ്ക്കും. ടാക്സ് ഒരിക്കലും അടയ്ക്കാതെ ഒരു പൊതുജനം പോലെ എങ്ങനെ വേണം? വിദ്യാഭ്യാസവും മെഡിക്കൽ മേഖലയും സൗജന്യമാക്കണം. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഇത്തരം മേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ അവർ സർക്കാരിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ സ്വയം ഞാൻ ഇത്ര രൂപ GST അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ നികുതി അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി കെട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നികുതി സന്തോഷത്തോടുകൂടി അടയ്ക്കുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതായിരിക്കണം
നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അജണ്ട. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല ഒരു സംരംഭക സൗഹാർദ്ദ സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റുക. ഇടനിലക്കാരായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥർ മേടിക്കുന്ന ഈ പറയുന്ന കൈക്കൂലികൾ ഒഴിവാക്കുക. ഒരു പേപ്പറിന് പോലും, ഒരു ലൈസൻസിന് പോലും, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് ഒരു നമ്പർ ഇട്ട് കിട്ടാൻ വേണ്ടി പോലും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഓരോ ഉപഭോക്താവും ഓരോ സംരംഭകനും. അവിടെയാണ് സംരംഭകർ പലപ്പോഴും നികുതി വെട്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ ശൃംഖല എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെയാണ്. ബോംബെ ആസ്ഥാനമായിട്ടുള്ള മാർവാടി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിൻ്റെ ആ ശൃംഖലകൾ നടത്തിയിട്ടുള്ള നികുതി വെട്ടിപ്പ് വലുതാണ്. ഇന്ന് വരെ ഒരു പത്രത്തിലോ വാർത്തയിലോ വന്നിട്ടില്ല. അതുപോലെ തന്നെ കേരള വിഷൻ സമാഹരിച്ചിട്ടുള്ള തുകയുടെ നികുതി വെട്ടിപ്പ് എനിക്ക് തോന്നുന്നു 300 കോടിയിലേറെയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹൈറിച്ചിൻ്റെയാണ് 126 കോടി രൂപ കേരളത്തിലെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ്. അല്ല, കേരളത്തിലെ എനിക്കറിയാവുന്ന നികുതി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള GST ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകും. കേരളത്തിലെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഈ പറയുന്നത് പോലെയുള്ള കേബിൾ ശൃംഖലകളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഒരു കേബിൾ ശൃംഖല ഒരു മാസം കൈവച്ച് എത്തുന്നത്. അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ എത്തേണ്ടുന്ന സെസ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം ആരാണ് ഈ നികുതി അടയ്ക്കേണ്ടത്? ഹെഡ് അടയ്ക്കണോ, ഏറ്റവും താഴേക്കടയിലുള്ള കേബിൾ ഓപ്പറേറ്റർ അടയ്ക്കണോ എന്നുള്ള തർക്കം നിലനിൽക്കുകയാണ്. ഇതേപോലെ നികുതിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പേരിൽ ജയിലിൽ അകപ്പെട്ട് പോയിട്ടുള്ള സംരംഭകർക്ക് തിരികെ അവരെ ജീവിതത്തിലേക്ക് നയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിന് തന്നെയാണ്. അവരെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബോധവൽക്കരിക്കാം. നികുതി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക ബാക്ക് ബോണാണ്. ഓരോ നമ്മുടെ സംരംഭകനും ഓരോ സിറ്റിസണും നൽകുന്ന നികുതികൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും നികുതി സന്തോഷത്തോടുകൂടി അടയ്ക്കുന്ന ഒരു രാജ്യമാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളുടെ ശൈലികൾ മാറണം. സംരംഭക സൗഹാർദ്ദ സംസ്ഥാനമായി മാറ്റുവാൻ ഏറെ ഹൃദയ വിശാലതയോടുകൂടി സംരംഭകരെ സ്വീകരിക്കുന്ന സംസ്ഥാനമാകണം കേരളം. ജയ് ഹിന്ദ്.